വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നവംബറിലെ കറണ്ട് അഫയേഴ്സ് അടുത്ത 10 ദിവസത്തിൽ, അതായത് 11/11/2025 മുതൽ 20/11/2025 വരെയുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനം. നവംബർ 11 മാലിദ്വീപിൽ ഇന്ത്യൻ സഹായത്തോടെ പണിത വിമാനത്താവളം ഹനി മാധു. 2025 സംസ്ഥാന ശാസ്ത്രോത്സവത്തിൽ വിജയികളായത് മലപ്പുറം. ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട് ഫെഡറേഷന്റെ ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം സാമ്രാട്ട് റാണ. ബഹുമുഖ വ്യായാമമായ മലബാർ 2025 ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ഇന്ത്യൻ നാവിക കപ്പൽ INS സഹ്യാദ്രി. ഇന്ത്യയിലുടനീളമുള്ള നഗര മാലിന്യ കൂമ്പാരങ്ങൾ വേഗത്തിലാക്കാൻ സൈറ്റ് റെമഡിയേഷൻ ആക്സിലറേറ്റർ പ്രോഗ്രാം DRAP ആരംഭിച്ച മന്ത്രാലയം ഭവന നഗരകാര്യ മന്ത്രാലയം. ആദിവാസി സമൂഹങ്ങളെ കേന്ദ്രീകരിച്ച് ജീനോം സീക്വൻസിംഗ് പദ്ധതി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഗുജറാത്ത്. ബിർസ മുണ്ടയുടെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് 2025 നവംബറിൽ ഗുജറാത്ത് ഗോത്ര അഭിമാന വർഷമായി പ്രഖ്യാപിച്ചു. 2025 ആജീവനാന്ത സംഭാവനയ്ക്കുള്ള ഡെയ്റ്റൺ സാഹിത്യ സമാധാന സമ്മാനത്തിനർഹനായത് സൽമാൻ റുഷ്ദി. നവംബർ 12 ലോകത്തിലെ മുൻനിര യാത്രാ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായ Booking.comന്റെ 2026 നിർബന്ധമായും സന്ദർശിക്കേണ്ട യാത്രാ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇടം നേടിയത് കൊച്ചി. വനിതാ ജീവനക്കാർക്ക് മാസത്തിൽ 1 ദിവസം ആർത്തവ അവധി ഉത്തരവ് പുറപ്പെടുവിച്ച സംസ്ഥാനം കർണാടക. ഇന്ത്യയിലെ US അംബാസഡറായി സത്യപ്രതിജ്ഞ ചെയ്തത് സെർജിയോ ഗോർ. 2024 6ാമത് ദേശീയ ജല അവാർഡുകളുടെ മികച്ച സംസ്ഥാന വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം മഹാരാഷ്ട്ര. പരിസ്ഥിതി വികസന സംഘടനയായ ജർമ്മൻ വാച്ചിന്റെ കണക്കനുസരിച്ച് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 9. ഇന്ത്യയിലെ ആദ്യത്തെ 3 മെഗാവാട്ട് അവർ വനേഡിയം റോഡോക്സ് ഫ്ലോ ബാറ്ററി സിസ്റ്റം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? ഗ്രേറ്റർ നോയിഡ. ഭേദഗതി ചെയ്ത ഭാരത് നെറ്റ് പദ്ധതി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം പഞ്ചാബ്. പ്രൊജക്ട് ചീറ്റയുടെ ഭാഗമായി 2025 നവംബറിൽ ഏത് ആഫ്രിക്കൻ രാജ്യത്തു നിന്നുമാണ് 8 ചീറ്റകളെ ഇന്ത്യയിലെത്തിച്ച് പുനരധിവസിപ്പിക്കാൻ ഉടമ്പടിയായത്? ബോട്സ്വാന. നവംബർ 13 ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതി നിലവിൽ വരുന്നത് ഗുജറാത്ത്. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ പുതിയ ഏകദിന റാങ്കിങ്ങിൽ 1ാമതെത്തിയത് രോഹിത് ശർമ്മ. ഇന്ത്യയിൽ റെയിൽവേ അടുത്തിടെ വികസിപ്പിച്ചെടുത്ത ദൃഷ്ടി സിസ്റ്റം AI അധിഷ്ഠിത ചരക്ക് വാഗൺ ലോക്കിംഗ് മോണിറ്ററിംഗ് സിസ്റ്റം. ഗ്ലോബൽ TV റിപ്പോർട്ട് 2025 പുറത്തിറക്കിയ ആഗോള സംഘടന WHO. ലോകത്തിലെ ഏറ്റവും വലിയ ചിലന്തിവല കണ്ടെത്തിയ അൽബേനിയ ഗ്രീസ് അതിർത്തിയിലെ ഗുഹ സൾഫർ ഗുഹ. വേൾഡ് കാലിഗ്രാഫി അസോസിയേഷന്റെ പുതിയ ഡയറക്ടറായി നിയമിതനായ ആദ്യ ഇന്ത്യക്കാരൻ നാരായണ ഭട്ടതിരി. പശുരഹിത പാൽ വികസിപ്പിക്കുന്നതിൽ പ്രശസ്തമായ സ്റ്റാർട്ടപ്പ് ഡ്രീമിൽക്ക് നിലവിൽ വന്ന രാജ്യം ഇസ്രായേൽ. ഇന്ത്യ പാക് അതിർത്തി മേഖലയായ സർക്രീക്കിൽ ഇന്ത്യയുടെ കര വ്യോമസേനാ വിഭാഗങ്ങളുടെ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേര് തൃശൂൽ.
നവംബർ 14 ഏത് ബഹിരാകാശ ഏജൻസിയുടെ സംരംഭമാണ് എസ്കേപ്പ് ആൻഡ് പ്ലാസം ആക്സിലറേഷൻ ആൻഡ് ഡൈനാമിക്സ് എക്സ്പ്ലോറേഷൻ ദൗത്യം നാസയുടെ? ചൊവ്വയുടെ അന്തരീക്ഷത്തെക്കുറിച്ചും അവിടം വാസയോഗ്യമാണോ എന്നതിനെക്കുറിച്ചും പഠിക്കാനുള്ള നാസയുടെ ദൗത്യം എസ്കാപ്പേഡ്. ലോക പ്രമേഹ ദിനം നവംബർ 14. രാജ്യത്തെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് മൈസൂർ. ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ദേശീയ ജലശക്തി മന്ത്രാലയത്തിന്റെ 6ാമത് ദേശീയ പുരസ്കാരം നേടിയ ഗ്രാമപഞ്ചായത്ത് പായം, കണ്ണൂർ. ബംഗ്ലാദേശിലെ ധാക്കയിൽ നടന്ന 2025 ഏഷ്യൻ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ 1ാം റാങ്കിലെത്തിയ രാജ്യം ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ അവബോധ പരീക്ഷണശാല നിലവിൽ വരുന്നത് IIT മദ്രാസ് 14. അടുത്തത് നവംബർ 15. 2025 നവംബറിൽ അന്തരിച്ച പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകയും പത്മശ്രീ പുരസ്കാര ജേതാവുമായ വ്യക്തി സാലുമദാര തിമ്മക്ക. അമേരിക്കയും ഏത് രാജ്യവും സംയുക്തമായി വികസിപ്പിച്ചെടുത്തതാണ് ഒമൻ ഡ്രോൺ? UAE. 2025 നവംബറിൽ അന്തരിച്ച ബോളിവുഡ് നടി കാമിനി കൗശൽ. ശരീരത്തിൽ വിവിധ വിഭാഗങ്ങളിൽ ഉണ്ടാകുന്ന നീരും വേദനയും പ്രതിരോധിക്കാൻ ഔഷധ സസ്യങ്ങളിൽ നിന്നുള്ള മരുന്ന് വികസിപ്പിച്ച സർവകലാശാല കേരള സർവകലാശാല. പാകിസ്ഥാൻ പുതുതായി ഉണ്ടാക്കിയ ഫെഡറൽ ഭരണഘടനാ കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് അമനുദ്ദീൻ ഖാൻ. 2025 നവംബറിൽ പുറത്തിറക്കുന്നത് അവസാനിപ്പിച്ച അമേരിക്കയിലെ ഏറ്റവും മൂല്യം കുറഞ്ഞ നാണയം സെന്റ്. മെഗാചൈൽ ഹക്കീരിയാപിസ് ലൂസിഫർ എന്ന ഇനം തേനീച്ചകളെ കണ്ടെത്തിയ രാജ്യം ഓസ്ട്രേലിയ. നവംബർ 16. രാജ്യത്ത് ആദ്യമായി നദിക്കടിയിലൂടെ തുരങ്കപാത നിർമ്മിക്കുന്നത് ഏതു നദിയിലാണ്? ബ്രഹ്മപുത്ര. പട്ടികവർഗ വിഭാഗത്തിന്റെ സംരംഭക സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള പദ്ധതി KT കുടുംബശ്രീ ട്രൈബൽ എന്റർപ്രൈസ് ആൻഡ് ഇന്നൊവേഷൻ സെന്റർ. 2025 നവംബറിൽ അന്തരിച്ച കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി വകുപ്പിന്റെ മുൻ ഡയറക്ടറും ശാസ്ത്ര ചിന്തകനുമായ വ്യക്തി പ്രൊഫസർ VK ദാമോദരൻ. 2025 നവംബറിൽ അന്തരിച്ച ശാരീരിക പരിമിതിയുള്ളവരുടെ അവകാശത്തിനായി പ്രവർത്തിച്ച എഴുത്തുകാരി ആലീസ് വോങ്. 37ാമത് ജിമ്മി ജോർ പുരസ്കാരത്തിന് അർഹനായത് എൽദോസ് പോൾ ട്രിപ്പിൾ ജമ്പിന്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിതനായത് K ജയകുമാർ. ചരക്ക് തീവണ്ടികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേ സ്ഥാപിക്കുന്ന AI അധിഷ്ഠിത ലോക്കിംഗ് മോണിറ്ററിംഗ് സിസ്റ്റം ദൃഷ്ടി. രാജ്യത്ത് നടന്ന ബഹുജന പ്രക്ഷോഭം അടിച്ചമർത്തിയെന്ന പേരിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. നവംബർ 17. ദേശീയ അപസ്മാര അവബോധ ദിനം നവംബർ 17. ഈ ജാഗൃതി പ്ലാറ്റ്ഫോം ഏത് മന്ത്രാലയത്തിന്റെ സംരംഭമാണ്? ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് അജയ വാരിയർ 25, യുണൈറ്റഡ് കിങ്ഡം. ഷാരൂഖ് ഖാന്റെ പ്രതിമയും ഷാരൂഖ്സ് എന്ന പേരിൽ ടവറും നിലവിൽ വരുന്നത് ദുബായ്. 2025 ATP ഫൈനൽ ടെന്നീസ് കിരീടം നേടിയത് യാനിക് സിന്നർ. സ്ത്രീകൾക്ക് മാത്രമായി ഹെർ പ്രീമിയം സേവിങ്സ് അക്കൗണ്ട് അവതരിപ്പിച്ച ബാങ്ക് SIB. മനുഷ്യരിൽ ആദ്യമായി H5N5 പക്ഷിപ്പനി സ്ഥിരീകരിച്ച രാജ്യം കാഞ്ച ഷെർപ്പ. യൂണിസെഫ് ഇന്ത്യയുടെ സെലിബ്രിറ്റി അഡ്വക്കേറ്റായി നിയമിതനായത് കീർത്തി സുരേഷ്. യൂണിസെഫ് ഇന്ത്യയുടെ സെലിബ്രിറ്റി അഡ്വക്കേറ്റായി നിയമിതനായത് കീർത്തി സുരേഷ്. നവംബർ 18. സർക്കാർ ബസ്സുകളിൽ അർബുദ രോഗികൾക്ക് ചികിത്സാർത്ഥമുള്ള യാത്രകൾ സൗജന്യമായി നൽകുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം.
ഫ്രഞ്ച് സർക്കാരിൻ്റെ 2025 ഷെവലിയർ ബഹുമതിക്ക് അർഹനായ ഇന്ത്യയിലെ പ്രഥമ സിനിമാ കലാ സംവിധായകൻ തോട്ടാത്തരണി. 2025 കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യ. ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളിയുടെ 2025 വർഷത്തിലെ അവാർഡ് ലഭിച്ചത് മട്ടന്നൂർ ശങ്കരൻകുട്ടി. നവംബർ 19 അന്താരാഷ്ട്ര പുരുഷ ദിനം. നവംബർ 19 വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം തയ്യാറാക്കിയ പട്ടികയിൽ ഒന്നാമതുള്ള സംസ്ഥാനം കേരളം. ഹരിയാന സംസ്ഥാന വനിതാ കമ്മീഷന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഷെഫാലി വർമ്മ. കിഴക്കൻ ലഡാക്കിൽ സമുദ്രനിരപ്പിൽ നിന്ന് 13,710 അടി ഉയരത്തിൽ ഇന്ത്യ നിർമ്മിച്ച പുതിയ വ്യോമതാവളം ന്യോമ. 2026 വനിതാ പുരുഷ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്നത് ബെൽജിയം, നെതർലാൻഡ്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം കലിംഗ സ്റ്റേഡിയം. 2026 ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും ചെറിയ രാജ്യമായി മാറിയത് കുറാസോ. നവംബർ 20 റഷ്യ വികസിപ്പിച്ചിട്ട ക്യാൻസർ പ്രതിരോധ വാക്സിൻ ഫെബ്രുവരി. 20ാമത് G20 ഉച്ചകോടിക്ക് വേദിയാകുന്നത് ജോഹന്നാസ്ബർഗ്, ദക്ഷിണാഫ്രിക്ക. 2025 നവംബറിലെ കണക്ക് പ്രകാരം ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 142. സുപ്രീം കോടതി റദ്ദാക്കിയ വിവിധ ട്രൈബ്യൂണലുകളിലെ അംഗങ്ങളുടെ നിയമനവും കാലാവധിയും സർവീസ് വ്യവസ്ഥയും നിഷ്കർഷിക്കുന്ന നിയമം ട്രിബ്യൂണൽ റിഫോംസ് ആക്ട് 2021. 2025 നവംബറിൽ ഇന്ത്യൻ സായുധ സേനകൾ സംയുക്തമായി നടത്തുന്ന പൂർവി പ്രച്ഛഡ് പ്രഹാർ സൈനികാഭ്യാസത്തിന്റെ വേദി മെച്ചുക. കേരളത്തിൽ BPCL സ്കിൽ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരുന്ന സ്ഥലം കളമശ്ശേരി. 2025 നവംബറിൽ ഭൗമസൂചിക പദവി ലഭിച്ച മധ്യപ്രദേശിലെ ഉൽപ്പന്നം പന്ന വജ്രം. ആഫ്രിക്കയിലെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള വാർഷിക പുരസ്കാരത്തിന് അർഹനായത് അഷ്റഫ് ഹക്കീമി. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.